സർ, കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല ഈ ഗവൺമെൻറ് കാലത്ത് വലിയ മികവിലേക്ക് ഉയർന്നതാണ്. അതിന് കിഫ്ബിയുടെ ധനസഹായം വലിയ പിന്തുണയുമായിട്ടുണ്ട്. സർ, കിഫ്ബി ധനസഹായത്തോടെ കൈറ്റ് നടപ്പാക്കിയ ഹൈടെക് സ്കൂൾ പദ്ധതിയുടെ ഫലപ്രാപ്തി പഠനം ഏതെങ്കിലും നടന്നിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് ഏതെങ്കിലും അന്താരാഷ്ട്ര ഏജൻസികൾ പഠനം നടത്തിയിട്ടുണ്ടോ? സർ, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിൽ ഇന്റൽ കോർപ്പറേഷൻ്റെ സഹായത്തിൽ അമേരിക്കയിലെ ഒഹായോ സർവകലാശാല കൈറ്റിൻ്റെ നടപ്പാക്കിയ ഹൈടെക് സ്കൂൾ പദ്ധതിയുടെ ഫലപ്രാപ്തി പഠനം 2020 നടത്തിയിട്ടുണ്ട്. നമ്മുടെ അധ്യാപകർ ഡിജിറ്റൽ സംവിധാനങ്ങൾ അവയുടെ അക്കാദമിക വശം ചോർന്നു പോകാതെ ഉപയോഗിക്കുന്നു എന്ന് ഈ പഠനം അടിവരയിടുന്നുണ്ട്. സർ, 3, അതുപോലെ ഹൈടെക് പദ്ധതിയുടെ തുടർച്ചയായി കൈറ്റ് നടപ്പാക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളെക്കുറിച്ച് യൂണിസെഫ് പഠനം നടത്തുകയും ഈ മാതൃക വികസിത രാജ്യങ്ങൾക്ക് ഉൾപ്പെടെ അനുകരിക്കാവുന്നതാണെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, സാങ്കേതികവിദ്യയുടെ സഹായം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് സാധ്യമാക്കുന്നതിന് വേണ്ടി ഹൈടെക് പദ്ധതിയിലൂടെ എത്രമാത്രം ഉപകരണങ്ങളാണ് നമ്മുടെ സ്കൂളുകളിൽ വിന്യസിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാക്കാം. സർ, കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകൾക്കും ഗവൺമെൻറ് സ്കൂളുകൾക്കും ഒരേ തരത്തിലുള്ള സംവിധാനമാണ് നമ്മുടെ ഹൈടെക് സ്കൂൾ സംവിധാനത്തിൽ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഹൈടെക് ലാബ് പദ്ധതി പ്രകാരം 1,35,551 ലാപ്ടോപ്പ്, 69,945 മൾട്ടിമീഡിയ പ്രൊജക്ടർ, 1,04,39 USB സ്പീക്കർ, 43,250 മൗണ്ടിംഗ് കിറ്റ്, 23,098 സ്ക്രീൻ, 4,545 ടെലിവിഷൻ 43 ഇഞ്ച്, 4,609 പ്രിന്റർ, 4,578 ക്യാമറ, 4,720 വെബ്ക്യാം എന്നീ ഉപകരണങ്ങൾ കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് കൈറ്റ് വിതരണം ചെയ്തിട്ടുണ്ട്. സാർ, എല്ലാ സ്കൂളുകൾക്കും ഒരേ തരത്തിലുള്ള സഹകരണവും സഹായവുമാണ് ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്.